SSLC മക്കളെ, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2, നിങ്ങളുടെ SSLC IT ചാപ്റ്റർ 2ൻ്റെ MCQസും VSA ഷോർട്ട് തിയറി എല്ലാം ഞാൻ ഇവിടെ പഠിപ്പിച്ചുതരാം. ഓക്കെ, തിയറിയിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഞാൻ പഠിപ്പിച്ചുതരാം. നിങ്ങൾക്ക് MCQസ് ഉണ്ടാവും, വെരി ഷോർട്ട് ആൻസർ ഉണ്ടാവും. ഫുൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ ഫസ്റ്റ് ചാപ്റ്ററിനെ ഇട്ടിട്ടുണ്ട്, MCQയും VSAയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പ്രാക്ടിക്കൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്, അത് പോയി കാണാം. ഓക്കെ, നിങ്ങളുടെ മോഡൽ എക്സാം എന്താ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ, മോഡൽ എക്സാം കഴിഞ്ഞവരൊന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എങ്ങനെ നിങ്ങൾ പഠിക്കുക, ഇനി എഴുതാൻ പോകുന്ന ആൾക്കാർ എങ്ങനെ പഠിക്കുന്നത്, എന്തൊക്കെയാണ് ഒരു സ്ഥിതി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി പ്രാക്ടിക്കൽസിന് ഇനിയും വീഡിയോ വരും, തിയറിൻ്റെ എല്ലാം വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഇവിടെ ഉണ്ട്, അത് പോയി കാണാം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ 2 പബ്ലിഷിംഗിൽ വരുന്ന കാര്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് നിങ്ങൾ ക്രാഷ് ബാച്ചിനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി തന്നെ ക്രാഷ് ബാച്ചിൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും വിത്ത് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, ഷോർട്ട് നോട്ട്സ് ലൈവ് ഉണ്ട്, പിന്നെ ബുക്സ് ഉണ്ട്, പിന്നെ 1 ഷോട്ട് ക്ലാസ്സും PYQസും എക്സാംസും മോഡൽ എക്സാം എല്ലാം ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വേഗം ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ 10-20 MCQ 5-6 വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെത്തേഡ് യൂസ് ഫോർ ഡിഫൈനിങ് വേർഡ്സ് ഇൻ ഹെഡിങ്സ് ഇൻ ലിബ്രെ ഓഫീസ്? മക്കളെ, നിങ്ങളൊന്ന് കമൻസിൽ ആൻസർ ചെയ്താൽ, പോസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് ആൻസർ ചെയ്യുന്നോട്ടെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മെത്തേഡ് ഫോർ ഡിഫൈനിങ് വേർഡ്സ്. ഓക്കെ, വാക്കുകളെ ഹെഡിങ് ആക്കണമെങ്കിൽ, കുറേ വാക്കുകൾ അവിടെ ഉണ്ട്, അവനെ ഹെഡിങ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് കണ്ടാൽ മതി. ക്ലോൺ ഫോർമാറ്റിംഗ് അല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ, മക്കളെ, നമ്മളൊരു ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അയാളുടെ എന്താ ബോൾഡാണോ, എന്താണ് അതിൻ്റെ ഫോണ്ട്, അതിൻ്റെ കളറൊക്കെയാണ് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഫോർമാറ്റിംഗ് ക്ലോൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കോപ്പി അടിക്കുക അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഹെഡിങ്ങിൻ്റെ സ്റ്റൈൽ വേറെ ഹെഡിങ്ങിലേക്ക് കോപ്പി അടിക്കണമെങ്കിൽ അതിനാണ് ക്ലോൺ ഫോർമാറ്റിംഗ്. അപ്പോൾ അവരല്ല. ഓക്കെ, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് അല്ല. ബാക്കി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, കമൻറ്റ്സിൽ കമൻറ്റ് ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടിക്കൽ പഠിക്കണം. ഓക്കെ, അത്ര ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ദ യൂസ് ടു കോപ്പി ഫോർമാറ്റ്സ്? എന്താ മക്കളെ, കോപ്പി ഫോർമാറ്റ്സ് ഫ്രം ഹെഡിങ് ടു അതർ ഹെഡിങ്സ് ഇൻ എ ഡോക്യുമെൻറ്റ്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ സാധനം അല്ലേ, ഇൻഡെക്സും ടേബിൾസും പ്രിൻ്റ് ഇതൊന്നുമല്ല. ഒരു ഫോർമാറ്റ് അപ്പുറത്തെ ഫോർമാറ്റിലേക്ക് കോപ്പി അടിക്കുന്ന ക്ലോൺ ഫോർമാറ്റിംഗ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാമ്പിൾ ഇൻവിറ്റേഷൻ പാർട്ടിസിപ്പൻസ് ടു കൾച്ചറൽ ബ്ലാബ്ലി ബ്ലൂ ഹാസ് ബീൻ പ്രിപ്പയർഡ്. അപ്പോൾ സാമ്പിൾ ഇൻവിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആസ് എ ഫയൽ അറ്റ് ഇതാ ഫസ്റ്റ് ഇൻവിറ്റേഷൻ അറ്റ് ODT ആൻഡ് ദ പാർട്ടിസിപ്പൻസ് നെയിം ആൻഡ് അഡ്രസ് ആസ് ഇൻ ദ ടേബിൾ ODS. ഇതൊരു ടേബിളാണ്, ഇതെന്താണ് അതിൻ്റെ ഇൻവിറ്റേഷൻ കാർഡാണ്. സെപ്പറേറ്റ് ഇൻവിറ്റേഷൻ ഷുഡ് ബി പ്രിപ്പയർഡ് 1 by 1 വിത്ത് നെയിംസ് ആൻഡ് അഡ്രസ്സസ് ടു വിച്ച് ആണ്. മക്കളെ, ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അതിലിങ്ങനെ ഓരോ ആൾക്കാരുടെ പേര് അഡ്രസ്സ് വരണം. അങ്ങനെ 30, 50, 100 ഉണ്ടാവും. എന്നിട്ട് അവർക്ക് അയക്കണം. അതിലെന്താണ് ആ ഫീച്ചർ എന്ന് പറയുക? ക്ലോൺ ഫോർമാറ്റിംഗ് അല്ല എന്ന് പറയാം. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതാണ്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബുക്ക് തുറക്കുമ്പോൾ അതിന് തന്നെ ഇൻഡെക്സും കണ്ടൻസ് അതാണ്. മെയിൽ മെർജ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ മെയിൽ മെർജ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരു പാർട്ടിസിപ്പേഷൻ കാർഡോ ഇൻവിറ്റേഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും. എന്നിട്ട് നിങ്ങൾ എല്ലാവരുടെയും ഷീറ്റിൽ നിന്ന് ഇതിലേക്ക് ആക്കിയെടുക്കാനുള്ള സംഭവമുണ്ട്. മെയിൽ മെർജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, പഠിക്കണം. ഓക്കെ, what should be done to the table of contents in a document, okay, to be prepared in office writer in the page associated? Basically എന്താണ്, what should be done to go from the table of, മക്കളെ, ടേബിൾ ഓഫ് കണ്ടൻസ് ഇങ്ങനെ കുറേ ലിസ്റ്റ് ഉണ്ടാവും അല്ലേ, അതിൽ നിന്ന് എന്ത് ചെയ്താൽ നമുക്കിപ്പോൾ എനിക്ക് 3ാമത്തെ പേജിലുള്ള ഈ സാധനം പോകണം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പ്രസ് ആൻഡ് ഹോൾഡ് ദ കൺട്രോൾ കീ. അപ്പോൾ കൺട്രോളും ആ സാധനം നെക്കി പിടിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ഓൾട്ട് ചെയ്യാണോ, ഷിഫ്റ്റ് ആണോ, ടാബാണോ? അപ്പം ഇപ്പോൾ 10 ഹെഡിങ് ഉണ്ടാവും. ഇത് പേജ് 1-ലാണ്, പേജ് 10-ലാണ്, പേജ് 20-ലാണ്. അപ്പോൾ എനിക്ക് ഇവിടേക്ക് പോകണം. അപ്പോൾ എന്താണ്, ഇവനെ വെറുതെ നെക്കിയാൽ വരക്കില്ല. എന്ത് നെക്കണം? കൺട്രോളും കൂടി നെക്കണം കേട്ടോ. കൺട്രോളും കീയും കൂടി ഹെഡിങ് കൂടി നെക്കിയാൽ കിട്ടും. ഓക്കെ, ഇത്ര 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ലിബ്രെ ഓഫീസ് റൈറ്റർ ഇൻ വിച്ച് മെനു ഇസ് ദ ടേബിൾ ഓഫ് കണ്ടൻസ്? മക്കളെ, ടേബിൾ ഓഫ് കണ്ടൻസ് എന്തിലുണ്ടാവുക അറിയോ? എവിടെ ഉണ്ടാവുക? ഇൻസേർട്ടിൽ. നമ്മൾ ഇൻസേർട്ടാണ് ടേബിൾ ഓഫ് കണ്ടൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തവർക്കാണെങ്കിൽ എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് അറിയായിരിക്കും. ഇൻസേർട്ടിലാണ് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്. അതും ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രാക്ടിക്കലിലും വരുന്നു. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർഫേസ് മെയിൽ മെർജ് അവൈലബിൾ? മക്കളെ, മെയിൽ മെർജ് കാൽക്ക് അല്ല, ഇംപ്രസ് അല്ല, ഡ്രോ അല്ല. ഡ്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ക്സ്കേപ്പ് ഒക്കെ പോലത്തെ സോഫ്റ്റ്വെയർ. കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ്. റൈറ്ററാണ് മക്കളെ, റൈറ്റർ. ഓക്കെ, റൈറ്ററിലാണ് വരിക. ഓക്കെ, മെയിൽ മെർജ് ഉള്ളത്. ഒന്ന് 6ാമത്തെ ക്വസ്റ്റ്യൻ എവിടെയോ ഏതോ ക്വസ്റ്റ്യൻ എത്തിയില്ലേ, 5, 6, 7. ഓക്കെ, 7th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇസ് യൂസ് ടു പ്രിപ്പയർ ദ മോഡൽ ഓഫ് പാർട്ടിസിപ്പൻസ് കാർഡ് ഇൻ സോഫ്റ്റ്വെയർ? മക്കളെ, നമുക്ക് ഒരു പ്രിപ്പയർ എ മോഡൽ ഓഫ് പാർട്ടിസിപ്പേഷൻ കാർഡ്. മക്കൾ എന്തെങ്കിലും കാർഡോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിൽ ഫ്രെയിമാട്ടോ ഉപയോഗിക്കുക. അതിന് ഫ്രെയിമാണ് ഉപയോഗിക്കുക. ഓക്കെ, ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എനിക്ക് ഫ്രെയിമാണ് ഉപയോഗിക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ വിൻഡോ. ഓക്കെ മക്കളെ, പാരഗ്രാഫ് സ്റ്റൈൽ എന്നുള്ള ഈ വിൻഡോ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിച്ചോ, കാര്യം ഞാൻ പറയാം. പാരഗ്രാഫ് സ്റ്റൈലാണിത്.
Some of the styles used in LibreOffice writer documents have to be modified. അത് മോഡിഫൈ ചെയ്യണം. If the page of content of Malayalam fonts, okay, മലയാളം ഫോൺസ് ഉണ്ടെങ്കിൽ which part of the following should be given? Okay, see മലയാളം ഫോണ്ട് നോക്കിയേ, ആദ്യം മേലെ വെസ്റ്റേൺ ടെക്സ്റ്റ് ഉണ്ട്, ശ്രദ്ധിച്ചോ, ഇവിടെ വെസ്റ്റേൺ ടെക്സ്റ്റ് ഉണ്ട്, താഴെ CTL ഉണ്ട്. ഓക്കെ, CTL. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മലയാളം ഫോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ CTL ഫോണ്ട് എന്താണ് ശരിയാക്കണം. ഓക്കെ, CTL ഫോണ്ട് ശരിയാക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ വെസ്റ്റേൺ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഫോണ്ടുകളൊക്കെ നമ്മൾ വെസ്റ്റേൺ ടെക്സ്റ്റ് തരും, മലയാളമൊക്കെ CTL ഫോണ്ട് തരിക. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ മലയാളം ടെക്സ്റ്റുകളൊക്കെ ഇവിടെ വരിക. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ CTL ഫോൺസ് ആണ്. വെസ്റ്റേൺ ടെക്സ്റ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ വെസ്റ്റേൺ ടെക്സ്റ്റിലെ മാറ്റുക. ഓക്കെ, ഓക്കെ, റെഡി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ഏഴാമത്തെ എട്ടാമത്തെ ഏത് ക്വസ്റ്റിനെ കഴിഞ്ഞ മക്കളെ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ 9th ക്വസ്റ്റ്യൻ. ഓക്കെ, 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടൂൾ യൂസ് ഇൻ വേർഡ് പ്രൊസസ്സർ ഫോർ അപ്ലൈയിങ് ദ സെയിം ഫോർമാറ്റ് ടു ഗിവൺ ഹെഡിങ് ടു അതർ ഹെഡിങ്? മക്കളെ, നമുക്കത് ക്ലോൺ ഫോർമാറ്റിംഗ് ആണ്. ഏത് ഐക്കൺ അത്? ഇവനല്ല, ഇത് ഹൈലൈറ്റർ, ഇത് സൂം, ഇതെന്താണ് റിപ്ലൈ എന്തോ ഫ്ലിപ്പ് അടുത്ത പേജ് എന്തോ ആണ്, ഇതാണ് ഇതിൽ. ഓക്കെ, ഇതെന്താണ് ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യും, അറിയെങ്കിൽ. ഓക്കെ, ഇത് കമൻറ്റ്. ഇതാണ് ക്ലോൺ ഫോർമാറ്റിംഗ്. ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് അവിടെ കോപ്പി അടിക്കുക. ഓക്കെ, അതാണ് ക്ലോൺ ഫോർമാറ്റിംഗ്. അത് പഠിച്ചോക്കണം, ഇമ്പോർട്ടൻ്റ് കേട്ടോ. വീണ്ടും 9th ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യനിലേക്ക് എത്തി കേട്ടോ. The image gives a window of the appear that while modifying the fonts and text of word processor. Okay, നമ്മുടെ വെസ്റ്റേൺ ടെക്സ്റ്റ് CTL ഫോണ്ടും ക്ലിയർ അല്ല എന്നുള്ളൂ കേട്ടോ. Which of the following sections should be changed for selecting the English font as Nimbus Sans? ഇംഗ്ലീഷ് ഫോണ്ട് ആണെങ്കിൽ നമ്മൾ എന്താണ് വെസ്റ്റേൺ ടെക്സ്റ്റ് അല്ലേ ചെയ്യേണ്ടത്? മലയാളം ഫോണ്ട് ആയിരുന്നെങ്കിൽ ഇതായിരുന്നു ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ഇവിടെയാണ് വെസ്റ്റേൺ ഫോണ്ടിലാണ് Nimbus Sans ചെയ്യേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. ഓക്കെ, there is a project report prepared by in word processor. Which of the following can be used for adding contents page in the file? മക്കളെ, കണ്ടൻസ് പേജിലെ ഇൻഡെക്സ് പേജ് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് വേണ്ടത്? സ്റ്റൈലാണോ, പാരഗ്രാഫ് ലേഔട്ട് ആണോ, ക്ലോൺ ഫോർമാറ്റിംഗ്? അല്ല, കണ്ടൻസ് ഇട്ടാൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്, അത് ഇൻസേർട്ടിലുണ്ട്. ഇത്രയുള്ള സംഭവം. ഓക്കെ, 11 കഴിഞ്ഞ് 12. ഓക്കെ, which of the following should be selected by modifying Malayalam fonts in word processor? മലയാളം ഫോണ്ടാണ് ഞാൻ പറയുന്നത്, CTL ഫോണ്ട് കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ്, CTL ഫോണ്ട്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ വേർഡ് പ്രൊസസ്സർ ഫയൽ. മക്കളെ, ODS എന്ന് പറയുമ്പോൾ ഷീറ്റാണ്. ഓക്കെ, ഷീറ്റാണ്. ഓക്കെ, P എന്ന് പറയുമ്പോൾ പബ്ലിഷിംഗ്, D എന്ന് പറയുമ്പോൾ വേറെ ഡേറ്റാ ബേസ് ആണ്, ഇതാണ് ODT ആണ്. ഓക്കെ, ODT ആണ് വേർഡ് പ്രൊസസ്സർ. ഓക്കെ, അപ്പോൾ ODT എന്ന് പറയുമ്പോൾ വേർഡ് പ്രൊസസ്സറാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സെറ്റ് ആണുള്ള കാര്യം മറക്കരുത്. ഇനി which of the following tools has option for define text has heading? മക്കളെ, ഒരു ടെക്സ്റ്റിനെ നമുക്ക് ഹെഡിങ് ആക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആൻഡ് അപ്ലൈ ഫോർമാറ്റിംഗ് ഇൻ ദ ഡോക്യുമെൻറ്റ്. ഒരു ടെക്സ്റ്റ് ഉണ്ട്, അവനെ ഹെഡിങ് ആക്കി ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ഇവനല്ല, മെയിൽ മർജ് അല്ല, ഇതല്ല, സ്റ്റൈലില്ല. ഓക്കെ, സ്റ്റൈൽ ബോക്സ് ആണെന്ന് അറിയില്ല, സ്റ്റൈലിലാണ് നമ്മളതിനെ വിളിക്കുക. ഹെഡിങ്ങിനൊക്കെ സ്റ്റൈൽ കൊടുക്കുന്നത് സ്റ്റൈലിലാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, വിത്ത് ഐഡൻറ്റിഫൈ ദ ടൂൾ ഗിവൺ ഇൻ LibreOffice റൈറ്റർ. മക്കളെ, ഇവനെന്താണ്? ഒരു ബ്രഷ് പോലെയുള്ളത്. എന്താണേലും ഇൻസേർട്ട് ചാർട്ടോ ഡെസിമൽ പ്ലേസോ അല്ല. അപ്ലൈ സ്റ്റൈൽ ബോക്സ് ആണോ, ക്ലോൺ ഫോർമാറ്റിംഗ് ആണോ? നിങ്ങൾ കമൻറ്റ് ചെയ്തേ ഈ സാധനം. ക്ലോൺ ഫോർമാറ്റിംഗ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്ലൈ സ്റ്റൈൽ ബോക്സ് ആണോ? ഏതാ? കിട്ടിയില്ല ആൻസർ? കമൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് കൺഫ്യൂഷൻ ആയിട്ട് പ്രാക്ടിക്കൽ ക്ലാസ് ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ സ്റ്റൈൽ അവൈലബിൾ ഇൻ പാരഗ്രാഫ് സ്റ്റൈൽ ഇൻ ദ പ്രോസസ്സർ? മക്കളെ, which of the following is a style available in paragraph style in the word processor? ഓക്കെ, അപ്പോൾ ലേബിൾ ഉണ്ട്, ഗ്രാഫിക് ഉണ്ട്, ഹെഡിങ് ഉണ്ട്, ബുള്ളറ്റ് നമ്പറിങ് ഉണ്ട്. പാരഗ്രാഫിനുള്ളിൽ എന്താ ഉണ്ടാവുക മക്കളെ? ഹെഡിങ് ഉണ്ടാവുക. ഓക്കെ, അതാണ് ബേസിക് ഹെഡിങ്. ഓക്കെ, അത് കിട്ടി. ഇനി നമ്മൾ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് 5 ഓപ്ഷൻ ഉണ്ട്, 2 ശരിയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഏത് ചാപ്റ്റർ വേണമെന്ന് നിങ്ങൾ പെട്ടെന്ന് തീരെ ചെയ്താൽ വേണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, റെഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇസ് യൂസ് ഫോർ പ്രോസസ്സിംഗ് ടെക്സ്റ്റ്? അപ്പോൾ നമുക്കറിയാം വേർഡ് പ്രൊസസ്സറായി നമ്മളൊരെണ്ണം പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? LibreOffice റൈറ്റർ. പിന്നെ ഗിംപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? ഫോട്ടോ എഡിറ്റിംഗ് അല്ലെ, ഗിംപ് അല്ല. പിന്നെ എന്താണ്? ഒഡാസിറ്റി സൗണ്ടിനാണ്. സിൻഫിഗു അല്ല. പിന്നെ വേർഡ് എന്ന് വാക്കിലുള്ളതുകൊണ്ട് ഞാൻ ആബി വേർഡ് സെലക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. സിൻഫിഗ് ആനിമേഷനാണ്, ഒഡാസിറ്റി സൗണ്ടിനാണ്, ഇത് ഇമേജിനാണ്. ഓക്കെ, റാസ്റ്റർ ഇമേജസ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്തത്. ഓക്കെ, പിന്നെ എല്ലാത്തിനെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും ഡിസ്ക്രിപ്ഷനിൽ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ്. ഇതിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോളൂ. അയ്യോ, ഇംഗ്ലീഷ് ഉണ്ട്, സോറി. മലയാളം ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കോളൂ, ക്വസ്റ്റ്യനിലേക്ക് ഇടാം. അപ്പോൾ ടേബിൾ ഓഫ് കണ്ടൻസിനെ പറ്റിയിട്ടുള്ള ശരിയായ 2 സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാൻ. ഓക്കെ, ടേബിൾ ഓഫ് കണ്ടൻസ് ക്ലോൺ ഫോർമാറ്റിംഗ് വെച്ചിട്ടാണോ? അല്ല. ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റൈൽ കോപ്പി ഇടിയാണ്. വെൻ ദ ഹെഡിങ് സ്റ്റൈൽ ഇസ് അപ്ലൈഡ് ദ ടേബിൾ ഓഫ് കണ്ടൻസ് വിൽ ബി ക്രിയേറ്റഡ്. നോക്കാം, കണ്ടൻസ് ക്യാൻ ബി ക്രിയേറ്റഡ് യൂസിങ് ടേബിൾ ഓഫ്. അപ്പോൾ ഇത് ശരിയാണ്, 3ാമത്തെ ശരിയാണ്. ടേബിൾ ഓഫ് കണ്ടൻസ് ലിസ്റ്റ് ദ ഹെഡിങ്സ് ഡിഫൈൻ. ഇത് സിയും ഡിയും ആണ് ശരി അല്ലേ? സിയും ഡിയും ആണ് ശരി.
ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ടേബിൾ ഓഫ് കണ്ടൻസ് ലിസ്റ്റ് ഓൾ ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെൻ്റ്. ഇല്ല, എല്ലാം ടെക്സ്റ്റുകളല്ല, എല്ലാം ഹെഡിങ്സാണ് ചെയ്യുക. ഹെഡിങ്സ് ഉണ്ടാക്കിയാൽ തന്നെ ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാവില്ല. ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കുമ്പോൾ ഹെഡിങ്സിനൊക്കെ അതിൽ ഇട്ടോളും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ദ ഗിവൺ ഇമേജ് വിൻഡോ അപ്പിയർസ് വെൻ അപ്ലൈങ് സ്റ്റൈൽസ് ടു ഹെഡിങ് ഇൻ വേർഡ് പ്രൊസസ്സർ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദിസ്. മക്കളുടെ പാരഗ്രാഫ് സ്റ്റൈൽസ് വെസ്റ്റേൺ ടെക്സ്റ്റ് CTL ഫോണ്ട് ഒക്കെ ഉണ്ട്. ടു ചേഞ്ച് ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് CTL ആണ് മാറ്റേണ്ടത്, തെറ്റ്. ടു ചേഞ്ച് ദ മലയാളം ഫോണ്ട് CTL ആണ് സെലക്ട് ചെയ്യുന്നത്, കറക്റ്റ്. ടു ചേഞ്ച് ദ ഇംഗ്ലീഷ് ടെക്സ്റ്റ് വെസ്റ്റേൺ ആണ് സെലക്ട് ചെയ്യുന്നത്, കറക്റ്റ്. മലയാളം ടെക്സ്റ്റ് ആണെങ്കിൽ വെസ്റ്റേൺ ആണ്, തെറ്റ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ചേഞ്ച് ഫോണ്ട് ഓഫ് ഓൾ ഹെഡിങ്സ്, തെറ്റ്. അപ്പം ബിയും സി ആണ്. നമ്മൾ പഠിച്ച സാധനങ്ങളാണ് വീണ്ടും റിപ്പീറ്റ് ആവുകയാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി. ഇത്രയും പഠിച്ചാൽ ഇത്രയും സെറ്റാണ്. ഓക്കെ, റെഡി? ഓക്കെ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു മെയിൽ മെർജ്. മെയിൽ മെർജിൽ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊണ്ട് കേട്ടോ. മെയിൽ മെർജിനെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത്? മെയിൽ മെർജ്, ദ ഇൻഫർമേഷൻ ഇൻ ദ ഡേറ്റാബേസ് ക്യാൻ ബി ആഡഡ് ടു ദ ഡോക്യുമെൻറ്റ് യൂസിങ് മെയിൽ മെർജ്. നോക്കട്ടെ, മെയിൽ മെർജ് ക്യാൻ ബി ഡൺ ഓൺലി ഓൺ ഡോക്യുമെൻറ്റ്സ് ഹാവിങ് ഹെഡിങ്സ് സ്റ്റൈൽ, അത് തെറ്റാം. ഓക്കെ, മെയിൽ മെർജ് ഇസ് ഡൺ യൂസിങ് സ്റ്റൈൽ ടാബ്, അല്ല, അത് ഹെഡിങ്സിനാണ് സ്റ്റൈൽ ടാബ് ഉപയോഗിക്കുക. മെയിൽ മെർജ് ക്യാൻ ബി യൂസ് ടു ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് ബൈ ആഡിങ് ഇൻഫർമേഷൻ ഫ്രം ഡേറ്റാബേസ്, വെരി കറക്റ്റ്. ഓക്കെ, മെയിൽ മെർജ് ഇസ് യൂസ് ടു ആഡ് ഇത്. അപ്പോൾ ഇതുമല്ല, നമ്മുടെ എയും ഡിയും ആണ് കേട്ടോ. എയും ഡിയും ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, AMD. മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ കാർഡ് അയക്കണം, നിങ്ങളുടെ ചേട്ടൻ്റെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ കാർഡ് അയക്കണം. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് പേരുകളും മെയിലുകളും ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ എല്ലാവർക്കും ഡിയർ ABCD ഡിയർ XYZ എന്ന് പേരിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ലിസ്റ്റും ആ അഡ്രസ്സ്, മെയിൽ അഡ്രസ്സും ഡയറക്റ്റ് ഒരുമിച്ചങ്ങ് അയച്ചോളൂ. ഓക്കെ, ആ 100 ആൾക്കാരുടെ പേര് 100 ആൾക്കാരെ സെപ്പറേറ്റ് ആയിട്ട്, 100 ആൾക്കാരുടെ അഡ്രസ്സ് 100 ആൾക്കാരെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് അയച്ചോളൂ. അതിനാണ് മെയിൽ മെർജ് എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്കൊന്ന് ലാസ്റ്റോ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ ശ്രദ്ധിച്ചോ. ഓൾ ഓഫ് ദ ഹെഡിങ്സ് ഇൻ എ വേർഡ് പ്രൊസസ്സർ ഡോക്യുമെൻറ്റ് നീഡ് ടു ബി യൂണിഫോംലി ഫോർമാറ്റഡ് വിത്ത് സെയിം ഫോണ്ട് സൈസ് ആൻഡ് കളർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ്? മക്കളെ, ഇപ്പം ഒരു ഹെഡിങ്ങിൽ സെയിം ടൈപ്പ് കോപ്പി അടിക്കണം. ഫോർ എക്സാമ്പിൾ, ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് ലെഫ്റ്റ് അലൈൻഡ് പാരഗ്രാഫ്, ലെഫ്റ്റ് അലൈൻഡ്. ഓക്കെ, ഇത് റൈറ്റ് അലൈൻഡ്. ഓക്കെ, ഇത് റൈറ്റ് അലൈൻഡ്. ഓക്കെ, ഇനി സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ സെൻട്രൽ ലൈൻഡ്. ഓക്കെ, ജസ്റ്റിഫൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ നമ്മൾ മാക്സിമം ഫുൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലും ടച്ച് ചെയ്യണം, അതാണ് ജസ്റ്റിഫൈഡ്. അപ്പോൾ ജസ്റ്റിഫൈഡ് അല്ല. ഹൈലൈറ്റ് കളർ അല്ല എന്നറിയാം, ബോൾഡ് എന്ന് പറഞ്ഞാൽ കട്ടി കൂട്ടുക. സ്റ്റൈലും ക്ലോൺ ഫോർമാറ്റിംഗ്. സ്റ്റൈല് നമുക്ക് സെലക്ട് ചെയ്യാം, ഇവൻ നമുക്ക് ഹെഡിങ് 1 ഹെഡിങ് 2 ആക്കണം എന്നൊക്കെ സെലക്ട് ചെയ്യാം. ക്ലോൺ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റൈൽ കോപ്പി അടിച്ചിട്ട് വേറെ ആൾക്ക് കൊടുക്കുക, അത്രേ ഉള്ള സംഭവം. അപ്പോൾ സ്റ്റൈൽസും ക്ലോൺ ഫോർമാറ്റിംഗും. ഓക്കെ, അതോടെ മക്കളെ ചാപ്റ്റർ 1 ചാപ്റ്റർ 2ൻ്റെ നിങ്ങളുടെ തിയറിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വേറെ ചാപ്റ്റർ വേണ്ടതെന്ന് അറിയിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മോഡൽ ആൻഡ് പബ്ലിക് എക്സാം. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ കവർ ചെയ്യും. ഏത് പ്രാക്ടിക്കൽ ഏത് ക്വസ്റ്റിനാണ് വേണ്ടത് എല്ലാവരും കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വേറെ അഡ്മിഷൻ എടുക്കാൻ താഴത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തിട്ട്. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.